ഹലോ! എല്ലാരും സുഖായിട്ടിരിക്കല്ലേ? ഞാനിവിടെ സുഖായിട്ടിരിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് ഗീവവയ്ക്ക് വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യുവാണെന്നറിയാവേ. ബിറ്റ്വീൻ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഓടി വരാം. ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് യാത്ര പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവിടെയുള്ള കുറച്ച് ഭംഗിയുള്ള കാഴ്ചകൾ നിങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ നിന്നൊരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസ് അത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുള്ളതാട്ടോ. ഇവിടുത്തെ പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ ഭംഗിയും ആംബിയൻസും ഒക്കെ എനിക്ക് സന്തോഷവും പോസിറ്റീവ്നെസ് ഒക്കെ തരുന്നതാണേ. സമ്മർ സീസൺ ആയതുകൊണ്ട് കൂടുതലും ബൊഗെയിൻവില്ല ചെടികളായിരുന്നു കേട്ടോ. അവിടെ കൂടുതലും പല കളേഴ്സിലുള്ള എന്താ പറയാ ബൊഗെയിൻവില്ലാസ് ആയിരുന്നേ. നേരിട്ട് കാണാനായിട്ട് ഒരുപാട് ഭംഗിയായിരുന്നു കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ ഈ ഐസൂദനിങ് ആയിട്ടുള്ള പൂക്കളും ചെടികളും ഒക്കെ നിങ്ങൾ കണ്ടോളൂ. കണ്ടു കഴിഞ്ഞ ഉടൻ നമുക്ക് നമ്മുടെ തേർഡ് ഗീവയിലോട്ട് പോവാം. ബിറ്റ്വീൻ എപ്പോഴത്തെയും പോലെ നമുക്കൊന്ന് സംസാരിച്ചാലോ? ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ഈ കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ലാസ്റ്റ് ഗീവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2-3 കമൻസ് കണ്ടായിരുന്നേ. വെരി ഡിസപ്പോയിന്റഡ് ചേച്ചി എന്ന് പറഞ്ഞിട്ട്. പിന്നെ 1-2 പേര് ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ദ വേ ഓഫ് സെലക്ടിങ് ദ വിന്നേഴ്സ് ഒന്ന് മാറ്റാമോ ചേച്ചി എന്നൊക്കെ. നിങ്ങളുടെ ഓരോ അഭിപ്രായവും കമന്റ്സും എല്ലാം എനിക്ക് ഒരുപാട് വാല്യുബിൾ ആണ് കേട്ടോ. സോ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു നമ്മുടെ ഗീവ് അവേ സെലക്ഷനിൽ ഒരു കുഞ്ഞു മാറ്റം വരുത്താമെന്ന്. അതായത് നിങ്ങൾക്കറിയാലോ, നമ്മൾ റാൻഡം ആയിട്ടല്ലേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തേ. ഈ പ്രാവശ്യം 3 വിന്നേഴ്സിൽ 2 വിന്നേഴ്സിനെ യൂട്യൂബ് കമന്റ് ഷാക്ക് വഴിയും ഒരാളെ ദ മോസ്റ്റ് ഡിസേർവിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരാളെ ഞാനും സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് എൻ്റെ വീഡിയോസ് ഷോർട്സ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ. ലാസ്റ്റ് ഗീവ് അവേ ഇട്ടപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ന്യൂ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി കേട്ടോ. അവരവരുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തതും അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട്സ് ഞാൻ ഒന്നും ചോദിക്കാതെ തന്നെ എനിക്ക് ഇൻസ്റ്റ DM ചെയ്തിട്ടുണ്ടായിരുന്നേ. അവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. അപ്പോൾ മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഗീവ് അവേ റൂള്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രകൃതി ഭംഗിയും ഏതോ സിനിമയിൽ പറയുന്ന പോലെ ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. മൈൻഡിനെ പീസ്ഫുൾ ആക്കാനും സ്ട്രെസ് ഫ്രീ ആക്കാനും എല്ലാം ദൂരെ യാത്രകൾ പോയില്ലെങ്കിലും ഇതുപോലുള്ള പൂക്കളും പുഴകളും ഒക്കെ ഉള്ള ഒരു കുഞ്ഞു ഗാർഡനിലേക്കായാലും പോയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാലോ, ഇനി വീട്ടിലേക്ക്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഗീവ് അവേയിലോട്ട് പോവാം. നിങ്ങൾ എല്ലാവരും ഗസ് ചെയ്ത പോലെ കമന്റ് ആണോ നമ്മുടെ ഗീവ് അവേ എന്ന് നമുക്ക് പോയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് ഗീവ് അവേ. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? ഞാനിപ്പോ ഓപ്പൺ ചെയ്യാൻ പോവാണേ. എല്ലാരും വെയിറ്റ് ചെയ്യുമല്ലേ? ഇതാ നമുക്ക് ഓപ്പൺ ചെയ്യാം. ആ, കണ്ടോളൂ. സന്തോഷായല്ലോ അല്ലേ എല്ലാവർക്കും? നിങ്ങൾ കമന്റ് ചെയ്ത ഗസ് ആണോ ഇത്? അല്ല അല്ലേ? ആയിക്കോട്ടെ. എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ 3 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാച്ചസ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടേ. അതിന്റെ ക്ലോസപ്പ് ഷോട്ട്സ് കണ്ടോളൂ. ദാ ഈ 3 വാച്ചസ് ആണ്. 2 റോസ് ഗോൾഡ് ഫിനിഷ് വരുന്നതും 1 കോപ്പർ ഫിനിഷ് വരുന്നതുമാണ്. ഗ്രീനും മെറൂണും റോസ് ഗോൾഡും ബ്രൗണ് വരുന്നത് കോപ്പർ ഫിനിഷിലുമാണ് കേട്ടോ. 3 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാച്ചസാണ്. നിങ്ങൾക്ക് എന്തായാലും കൈ കിട്ടുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ഭംഗി എങ്ങനെയാണെന്ന്. വീഡിയോയിൽ എന്തുമാത്രം കാണിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. എന്തായാലും കണ്ടു നോക്കൂ, നല്ല രസമില്ലേ? ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാവേ. ആദ്യം നമുക്ക് ഈ മെറൂണിലെ എന്ത് പറയാനായിട്ട് റോസ് ഗോൾഡ് വരുന്ന ഈ വാച്ച് ഞാൻ ഒന്ന് കയ്യിൽ വെച്ച് നോക്കട്ടെ. ആ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ചേരും കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ. നല്ല രസമുണ്ട്. റൗണ്ട് ഡയലൊക്കെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്റെ കവർ റിമൂവ് ചെയ്തിട്ടില്ലേ സ്ട്രാപ്പിലെ, അപ്പൊ അതുകൂടെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് ഈ പറയുന്ന ബ്രൗണിൽ കോപ്പർ ഫിനിഷ് വരുന്ന വാച്ചാണ്. ഇതും നല്ല ഭംഗിയുണ്ട്. നോക്കൂ, എൻ്റെ കയ്യിൽ വെച്ചപ്പോൾ എനിക്ക് ഈ ടൈപ്പ് വാച്ച് ഇല്ല കേട്ടോ. റോസ് ഗോൾഡ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഈ ഒരു കോപ്പർ ഫിനിഷ് എൻ്റെ കയ്യിലില്ല. എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി നെക്സ്റ്റ് എനിക്കും ഒന്ന് വാങ്ങിക്കണം എന്നുണ്ട്. കൊള്ളാല്ലേ ഈ ഒരു കോമ്പിനേഷൻ? അപ്പോൾ ഈ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഇതിലെ കവറും ഞാൻ റിമൂവ് ചെയ്തിട്ടില്ലേ. അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി കുറച്ചുകൂടെ അങ്ങ് കൂടും. അടുത്തത് ലാസ്റ്റ്, ഇതിപ്പോൾ ഒരു ട്രെൻഡാണെന്ന് തോന്നുന്നു അല്ലേ? റോസ് ഗോൾഡിൽ ഗ്രീന് വരുന്നത് ഞാൻ കുറേ പേരുടെ കയ്യിൽ കണ്ടായിരുന്നേ. നല്ല രസമുണ്ട്. അത് തന്നെ വെച്ച് നോക്കട്ടെ. ആ, കൊള്ളാം അല്ലേ? നല്ല ഭംഗിയുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ
ആ, ഇതിന്റെ ചെയിൻ സ്ട്രാപ്പാണ്. എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? കളർ കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ട്. റൗണ്ട് ആയില് നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും ഇത് എങ്ങനെയുണ്ടെന്ന്. ഉം. അപ്പോൾ 3 വാച്ചസും കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ 3 വാച്ചസും നിങ്ങളുടെ വീട്ടിലേക്ക് ഉടനെ എത്തിക്കാവേ. ഇത് ഇന്നത്തെ നമ്മുടെ കുട്ടി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ചെയിൻ സ്ട്രാപ്പ് ആണോ അതോ ലെതർ സ്ട്രാപ്പ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ 3 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാച്ചസ് നിങ്ങളുടെ അടുത്തെത്താൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.